ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ധ്രുവ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. വളരെ 24 മണിക്കൂർ കൊണ്ട് കൊടുക്കുന്ന ആൽബത്തിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. പക്ഷേ ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞ് മീൻസ് അതിന് കുറേ എക്സ്പ്ലനേഷനായിട്ടും കുറച്ച് എന്നെ നിർദ്ദേശങ്ങളായിട്ടൊക്കെ കുറച്ച് പേര് കുറേ കാര്യങ്ങളൊക്കെ പറയാനിടയായി വന്നു. സോ ഞാൻ ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ കൊടുക്കുന്ന പ്രിൻറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചല്ല. പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഭയങ്കര മെറ്റീരിയലാണ്, അല്ലെങ്കിൽ ആ മെറ്റീരിയൽ കൊണ്ട് വളരെ നല്ല ഇതാണ്, പ്ലാസ്റ്റിക്കിലാണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നതല്ല. പ്രത്യേകം അത് ആദ്യം ശ്രദ്ധിക്കുക. എനിക്ക് ആ കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ലാബിൽ പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആൽബം ആക്കി കിട്ടുന്ന ലാബുകളൊക്കെ ഉണ്ട്. സോ അതായത് ഒരു മണിക്കൂറുകളിൽ 100 കണക്കിന് പ്രിൻ്റ് ഇറങ്ങുന്ന പ്രസ്സുകളൊക്കെ ഉണ്ട്. സോ ആ കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. ആ കാര്യമല്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പ്രത്യേകം അത് ശ്രദ്ധിക്കണം. എന്നോട് ചിലരെങ്കിലും മെൻഷൻ ചെയ്തു, മറ്റ് ചില വീഡിയോകൾ എനിക്ക് ബാക്ക് ചാനലിൽ മീൻസ് എനിക്ക് എൻ്റെ വാട്സപ്പിലും മറ്റുമൊക്കെ അയച്ചു തരികയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കണമെന്ന് വീണ്ടും കരുതി. നിങ്ങൾക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ ഇച്ചിരി കൂടി നന്നായിട്ട് നൽകണമെന്ന് തോന്നി. ഞാൻ സംസാരിച്ചത് പ്രിൻറ്റിങ് ക്വാളിറ്റിയെക്കുറിച്ച്, ലാബിൽ പ്രിൻറ്റ് ചെയ്യുന്ന മെറ്റീരിയലിനെ കുറിച്ച് അല്ല. ഞാൻ പറഞ്ഞത് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അതായത് നമ്മളൊരു പടം എടുത്ത് അതിൻ്റെ അൺവാണ്ടഡായിട്ട് നമുക്കതിൻ്റെ അത് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കളയുക, ക്രോപ്പ് ചെയ്യുക, ആ പടത്തിന് കളർ കറക്ഷൻ ചെയ്യുക. ഇപ്പോൾ സ്കിന്ന് ഇതൊക്കെ ആണെങ്കിൽ അതിനെ റീടച്ച് ചെയ്യുക. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്ത് ഓരോ പടങ്ങളും എടുക്കുന്നതിനെക്കുറിച്ചാണ്. അല്ലാതെ പ്രിൻറ്റിങ്ങുമായിട്ട് യാതൊരു റിലേറ്റ് ചെയ്തിട്ടില്ല. പ്രിൻറ്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലെന്നേ. പ്രിൻ്റ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങളുടെ ആൽബം പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ലാബുകളൊക്കെ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഇതുമില്ല. പക്ഷേ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു. ചിലർ അത് മെൻഷൻ ചെയ്ത് എനിക്ക് വീഡിയോകൾ അയച്ചു തരാൻ തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാരിറ്റിയെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്. 24 മണിക്കൂർ കൊണ്ട് കൊടുക്കുന്ന ആൽബം കൊടുക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. പക്ഷെ കൊടുക്കുന്ന ആൽബത്തിൻ്റെ ക്വാളിറ്റി, കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്നെ സമീപിക്കുന്ന ഒരു കസ്റ്റമർ, അവരെ സംബന്ധിച്ച് അവരുടെ സ്പെഷ്യൽ ഡേ ആണ്, ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. അപ്പോൾ അവരെ ഏറ്റവും നന്നായിട്ട്, അവരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയും കൂടിയാണ്. നമ്മൾ അവരുടെ നിന്ന് പേയ്മെൻറ്റും കൂടി വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാധ്യതയും കൂടിയാണ്. അപ്പോൾ ഞാനിത് പ്ലാസ്റ്റിക് പ്രിൻറ്റ് ചെയ്തു, ഇത് അങ്ങോട്ടിട്ട് വെള്ളത്തിൽ മുക്കിയാൽ കുഴപ്പമില്ല, തീ കത്തിച്ചാൽ കുഴപ്പമില്ല എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. ആ ഫോട്ടോകൾ നന്നായി എഡിറ്റ് ചെയ്യാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ആ സമയം എടുത്ത് ചെയ്യുന്ന ആൽബങ്ങൾക്കാണ് ക്വാളിറ്റി. ഞാൻ ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചത് അതാണ്. നല്ല ക്വാളിറ്റി, അതിൻ്റെ മൊത്തത്തിലുള്ള വർക്കിൽ അതാണ് വേണ്ടത്. സോ ആർക്കെങ്കിലും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ക്വാളിറ്റി എന്ന് ഉപയോഗിച്ചത് ചിത്രങ്ങൾ നന്നായി എഡിറ്റ് ചെയ്ത്, നല്ല ലേഔട്ട് ചെയ്ത്, നല്ല പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നതിനെക്കുറിച്ചാണ്. സോ അത്തരത്തിലുള്ള കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപയോഗിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ എഴുതുക. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ധ്രുവ.